എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. അത്യന്തം വാശിയേറിയ മത്സരം ആർക്കൊക്കെയാണ് കൈക്ക് ബലമുള്ളത് എന്ന് നമുക്ക് നോക്കാം. പല ആൾക്കാരുടെ നാവിന് നല്ല ബലമാണ്. ആ ബലം കൈക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാനുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം വാശിയേറിയ മത്സരമാണ്. ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രോഹിത്തിന്റെ തെപ്പ്. നിശ്ചങ്കല്ലൊക്കെ കൈകൊണ്ട് പൊന്തിക്കുന്നത് എനിക്ക് ഇതെന്ത് എന്ന് പറയുന്ന നമ്മുടെ രോഹിത്ത് നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അമൽ ഗണേഷ് പന്തലിന്റെ പണിക്ക് പോയിട്ട് കൈക്ക് ബലവുമായി വന്ന അമൽ ഗണേഷ്. അതിന്റെ അപ്പുറം നമ്മുടെ വിഷ്ണു മുരാട്. വിഷ്ണുവിന് പറ്റും, എനിക്ക് പറ്റും എന്തായാലും അതെനിക്കറിയാം. അടുത്തായി സിനാൻ കമോൺ സിനാൻ, ജിമ്മൻ സിനാൻ ആദ്യം തന്നെ പോയിക്ക്. ഇനി പോകുന്ന ജിമ്മിന്റെ പേര് ആരോടും പറയരുത്. അടുത്തതാണ് ആദിത്, KCB-യിലെ താൽക്കാലിക ജീവനക്കാരനായ ആദിത്താണ് പോസ്റ്റൊക്കെ കുഴിച്ചിടാൻ പോയാൽ വലിയ പോസ്റ്റിന് മുകളിൽ ഒരു ചെറിയ ഇഷ്ടികയൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദിത്യ നിൽക്കുന്നത്. അനുഷിന്റെ അടുത്ത് 5 മിനിറ്റ് സംസാരിച്ചാൽ നമുക്കറിയാം അനുഷിൻ ഇതെല്ലാം സിമ്പിൾ ആണ്. അനുഷിൻ ഇങ്ങനെ പൊക്കിക്കൊണ്ട് കുറെ സമയം നിൽക്കും. അതിന്റെ അപ്പുറത്താളെ പേര് വിളിക്കുമ്പോഴത്തേക്ക് മൂപ്പർ ഡൗൺ ആക്കി ആ പോട്ടെ. അടുത്തത് അമൽദേവിനെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. അമൽദേവിന്റെ കൈ ഇതാ ഞാൻ അവസാനം വരെ ഉണ്ടാന്ന് പറഞ്ഞാണ് അമൽദേവ് ഉള്ളത്. പിന്നെ അവസാനം നമ്മുടെ സ്വന്തം വിനോട്ടൻ. എന്താ വിനോട്ടൻ നിങ്ങൾ പേര് പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് പോയി. ഇതാ വാശിയേറിയ മത്സരത്തിൽ ആദിത്യവും പരാജയപ്പെട്ട് അനുഷിനും പോയിരിക്കുന്നു. അവസാനത്തെ 3 പേർ. നല്ല കൈയടി. ആരുടെ കൈക്കാണ് ബലമെന്ന് നോക്കാനുള്ള നല്ല കൈയടി. രോഹിത്തും വിഷ്ണുവും മാത്രം. 2 പേർ. നമ്മുടെ വിഷ്ണു ഇതാ വിജയിച്ചിരിക്കുന്നു.